ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ക്രൂയിസ് ട്രിപ്പിൻ്റെത്. അപ്പോൾ ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. പിന്നെ ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതൊന്ന് കണ്ടിട്ട് വരിക. പിന്നെ കുറച്ച് ലേറ്റായി പോയി എന്നറിയാം, പക്ഷേ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വരും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഈ ഷിപ്പിനകത്തുള്ള ഷോപ്പുകളെ കുറിച്ചിട്ടും ക്യാബിൻസിനെ കുറിച്ചിട്ടും അതുപോലെ റെസ്റ്റോറൻറ്റുകളെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതുമാത്രമല്ല, ഇവിടെ നമുക്ക് ഇതിന് ഷിപ്പിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളവർ അവിടെ പോയിട്ട് ഫുട്ബോൾ കളിക്കാം. അതുപോലെ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളും അതിനകത്ത് തന്നെ ചെയ്യാനുണ്ട്. അഡ്വഞ്ചർ ഹബ്ബ് എന്നാണ് ഈ ഒരു ഏരിയക്ക് മൊത്തം പറയുന്നത്. പിന്നെ അതിന് സൈഡിലായിട്ട് തന്നെ കുറച്ച് രാജ്യങ്ങളുടെ അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ഏതാണോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഉണ്ടാക്കിയിട്ടുള്ളത് താജ്മഹലാണ്. സൗദിയുടേത് കിൻഡൻ ടവറാണ് ഉള്ളത്, ഇവിടെയുണ്ട്. പിന്നെ കുറേ കുട്ടികൾ അവിടെ മറ്റേ വാൾ ക്ലൈമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണിത്. ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് വാട്ടർ സ്ലൈഡിങ് ഉള്ളത്. അത് സ്ലൈഡിങ് വെള്ളത്തിൽ വന്ന് വീഴുന്ന ഒരു സ്പേസാണിത്. അതിൻ്റെ തുടക്കം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. ഈ ഒരു വെള്ളത്തിലേക്കാണ് അത് വന്ന് വീഴുന്നത്. പിന്നെ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും, നല്ല ഹൈറ്റിലുള്ള സ്ലൈഡാണത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് പൂള് കൂടിയുണ്ട്, ചെറിയൊരു പൂളാണത്. പിന്നെ ഉള്ളത് അവിടെ ഒരു ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിൻ്റെ ഓരോ ഭാഗമുണ്ട് ബീച്ചിൻ്റെ, അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇതിൻ്റെ നേരെ മുന്നിലൊരു വലിയൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ പിന്നെ പ്രോഗ്രാമുകളൊക്കെ കാണാം. ഈ ഒരു സ്ക്രീനിൽ പ്രോഗ്രാമുകളൊക്കെ വന്നിട്ട് കാണാം. പിന്നെ അതുപോലെ ഇവിടെ ഫാമിലി ആയിട്ട് വന്നിട്ട് എന്താ പറയുക, സെപ്പറേറ്റ് ഇരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു സ്പേസിൽ വന്നിരുന്ന് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഓരോ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മേളിലോട്ട് ഓരോരോ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ്, നല്ല കാറ്റും തണുത്ത കാറ്റൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്പേസാണിത്. അവിടുന്ന് നേരെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് നമുക്ക് മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. പക്ഷേ അത് പെയ്ഡാണ്. പിന്നെ ഇതിലൂടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഞങ്ങൾ നേരത്തെ കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. ആ ഒരു സ്ലൈഡിൻ്റെ വാട്ടർ സ്ലൈഡില്ല, ആ ഒരു സ്ലൈഡിൻ്റെ ഭാഗമാണിത്. ഇങ്ങനെ മേലേന്നേ വന്നിട്ട് പോകുന്നത്. ഈ ഒരു ഏരിയ ജോഗിങ് ട്രാക്ക് കൂടിയാണ്. പിന്നെ ജോഗിങ് ചെയ്യുന്നവർക്ക് ഇവിടെ വന്നിട്ട് ജോഗിങ് ചെയ്യാം. ഇവിടുന്ന് നേരെ പോയിട്ട് നേരെ സൈഡിലായിട്ടൊരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസ് വരെയാണ് ഇതിൻ്റെ ജോഗിങ് ട്രാക്ക് എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന കുറേ സ്ഥലമുണ്ട്. ഇതിൻ്റെ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഓരോ ഭാഗത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇത് എവിടെ എത്തിയെന്ന് മനസ്സിലാവില്ല, അത്രയും ഉണ്ട്. അവിടുന്ന് നേരെ താഴത്തെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കോമൺ സ്വിമ്മിംഗ് പൂളാണ്. അവിടെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇറങ്ങാം. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ സോഫയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടെയും വന്നിരിക്കാം. പിന്നെ കുട്ടികളൊക്കെ ആർമാദിക്കുന്നതാണ് ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ പോയത് പിന്നെ ടീൻ സ്പേസിലേക്കാണ്. ടീൻ സ്പേസ് എന്ന് പറയുന്നത് ടീനേജേഴ്സായ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റി ഏരിയ ആണ്. അപ്പോൾ ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഷിപ്പിലോട്ട് കയറുന്ന സമയത്ത് ഓരോരാൾക്കും ഓരോ സ്മാർട്ട് കാർഡും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ടാഗും തന്നിരുന്നു എന്ന്. അപ്പോൾ ഈ ടീൻ സ്പേസിൽ പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഗെയിംസോ കാര്യങ്ങളോ കളിക്കണമെങ്കിൽ ഈ കാർഡും അതുപോലെ തന്നെ ഈ ടാഗും അവിടെ കാണിക്കണം, എന്നാൽ മാത്രമേ അതിനുള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളുള്ളത് ഈ ഷിപ്പിൻ്റെ 4ാമത്തെ ഫ്ലോറിലാണ്, അതായത് ലോവർ ഡെക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ അധികം ആരും അങ്ങനെയില്ല. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഉള്ളിൽ പിന്നെ മെഡിക്കൽ റൂമും അതുപോലെ പ്രെയർ റൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പുറമേയുള്ള ഒരു ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ ആൾക്കാർ വരുമോ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഉള്ളിൽ കിടക്കാൻ പാടില്ല എന്നൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഉള്ളിലേക്ക്. അപ്പോൾ അവിടെയുള്ള എന്തൊക്കെയോ ഷിപ്പിൻ്റെ എക്യുപ്മെൻറ്റ്സും
കാര്യങ്ങളും അതുപോലെ ക്രൂവിന് മാത്രം അതിൻ്റെ ഉള്ളിലുള്ള ലിഫ്റ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും സ്പേസ് ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ അധിക സമയം അവിടെ നിന്നില്ല. വേറെ ആരും അങ്ങോട്ടേക്ക് വരുന്ന കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങി. ഒരു ഭാഗത്ത് നിന്ന് കയറിയിട്ട് എന്താ പറയുക തൊട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്കും നമുക്ക് ഇറങ്ങാനും പറ്റും. അങ്ങനെ അവിടെ ക്ലോസ്ഡ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 4ാമത്തെ ഫ്ലോറിൻ്റെ ഒരു ഭാഗം. വേറൊരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ റൂമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് നമുക്ക് നേരെ പുറത്തോട്ടും കിടക്കാം. പിന്നെ രാത്രി തിയേറ്ററിനകത്ത് പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. അങ്ങനെ 31-ാം തീയതി രാവിലെ ഞങ്ങൾ ഷർമൽ ഷെയ്ഖ് പോർട്ടിലെത്തി. അതായത് 29-ാം തീയതിയാണ് ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് പുറപ്പെടുന്നത്. എന്നിട്ട് 31-ന് ഷർമൽ ഷെയ്ഖ് പോർട്ടിലെത്തി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഷിപ്പിലോട്ട് കയറുന്ന സമയത്ത് ഞങ്ങളുടെ പാസ്പോർട്ട് അവർ വാങ്ങിച്ചു വെച്ചിരുന്നു എന്ന്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലായിരുന്നില്ല എന്തിനാണ് അവർ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചതെന്ന്. അപ്പോൾ ഇവിടെ എത്തുന്നതിൻ്റെ തലേന്ന് രാത്രി നമുക്ക് നമ്മുടെ ക്യാബിനിൽ ഈ ഒരു പാസ്പോർട്ട് എത്തിച്ചു തന്നിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ഇത് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സിറ്റ് റീ എൻട്രി വിസ ഓൾറെഡി എടുത്തിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങണമെങ്കിൽ അവിടുത്തെ ഒരു വിസ കൂടെ വേണം. അപ്പോൾ നമ്മളിവിടെ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഇതെങ്ങനെയാണ് എന്താണെന്നൊന്നും അവർക്ക് ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇനി ഇറങ്ങാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാസ്പോർട്ട് വാങ്ങിച്ചത് അവർ നമുക്ക് ഒരു പാസ്പോർട്ടിൽ ക്വിക്ക് വിസ എന്ന് പറഞ്ഞിട്ട് ക്വിക്ക് വിസിറ്റ് വിസ എന്ന് പറഞ്ഞിട്ടൊരു വിസ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചിരുന്നത്. അപ്പോൾ നമുക്കറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമുക്കും ഈജിപ്തിൽ ഇറങ്ങാൻ പറ്റി. ഷർമൽ ഷെയ്ഖ് എന്നുള്ള സ്ഥലത്ത് പോകാൻ പറ്റി, അത് കാണാൻ പറ്റി. അപ്പോൾ അത് എന്താ പറയുക അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഷിപ്പിൽ നിന്ന് നേരെ നമ്മൾ പോർട്ടിലോട്ടല്ല ഇറങ്ങിയത്. അവിടെ നിന്നൊരു ടെൻഡർ ബോട്ടിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് പിന്നെ ബോട്ടിൽ കയറ്റി അപ്പുറത്തെ പോർട്ടിലോട്ട് എത്തിക്കുക. അവിടെയാണ് ബസ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഷിപ്പിൽ നിന്ന് ഓരോ ആൾക്കാരായിട്ട് ഓരോ ബോട്ടിന് കണക്കായിട്ടുള്ള ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് വിടുന്നത്. അപ്പോൾ രാത്രി 2 മണി വരെ, പുലർച്ചെ 2 മണി വരെ നമുക്ക് സമയം തരും. അതിനുള്ളിൽ തിരിച്ച് വന്നാൽ മതി. അതിപ്പോൾ അവിടുന്ന് ഈ നമ്മൾ പോകുന്ന ബസ് തന്നെ തിരിച്ചും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് സമയത്താണോ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മണിക്കുള്ളിൽ എപ്പോൾ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അപ്പോൾ നമ്മളിപ്പം ബോട്ട് ഇറങ്ങി ബസ്സിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ബസ്സിൻ്റെ അവിടെ ഇത് വേറൊരു രാജ്യം ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്കിവിടെ ചെക്കിംഗ് ഉണ്ട്. അതായത് സെക്യൂരിറ്റി ചെക്കിങ്ങും അതുപോലെ നമ്മുടെ കയ്യിൽ ലഗേജ് ഉണ്ടെങ്കിൽ ആ ലഗേജും സ്കാൻ ചെയ്യണം. പിന്നെ ഉള്ളത് ബസ് കയറുന്ന സമയത്ത് ബസ്സിൻ്റെ നമുക്ക് ബുക്ക് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള കാർഡിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു നമ്പർ ഒട്ടിച്ച് തരും. അപ്പോൾ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരേ നമ്പർ ആയിരിക്കും. ഇപ്പോൾ 3 പേരോ 4 പേരോ ആണെങ്കിലും ആ കാർഡിൻ്റെ മേളിൽ അവർ ഒട്ടിച്ച് തരും. പിന്നെ അങ്ങനെ നമ്മൾ ബസ് കയറി ഷർമൽ ഷെയ്ഖിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഷർമൽ ഷെയ്ഖിലെത്തി. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് 30 മിനിറ്റിനുള്ളിലായിട്ട് നമ്മൾ അവിടെ എത്തി. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷേ തണലത്തോട്ട് മാറി നിൽക്കുമ്പോഴേക്ക് നല്ലൊരു തണുപ്പുമുണ്ട്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് എല്ലാവരും പല വഴിക്ക് പോവുകയാണ്. പിന്നെ ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക പിരമിഡും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷേ നമ്മൾ ഇറങ്ങിയ ഷർമൽ ഷെയ്ഖ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള എന്താ പറയുക ഗോവയൊക്കെ പോലെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ
അവിടെ ടൂറിസ്റ്റുകളും ഒക്കെ വന്ന് പിന്നെ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഷർം എൽ ഷെയ്ഖ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നേരെ ഇപ്പം ഈ ഒരു ഈ കാണുന്ന ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റ് മൊത്തം ബീച്ച് ഏരിയ ആണ്. ബീച്ച് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോവയിൽ എങ്ങനെയാണോ ഉള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഇതിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ അവരുടെ പ്രൈവസി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ അങ്ങോട്ടൊന്നും എടുത്തിട്ടില്ല. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാരും കൂടിയാണ് അവിടെ കൂടുതലും ഉള്ളത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡെസേർട്ട് ട്രിപ്പ് അതുപോലെ ക്യാമൽ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവർ നമ്മളോട് വന്ന് ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കും. അപ്പോൾ ഓരോരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനത്തേനൊക്കെ പോകാം. പിന്നെ അവിടെ തന്നെ അവരെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ്. അപ്പോൾ അവിടെ ബീവറേജിലൊക്കെ വിൽക്കുന്ന പോലെയാണ് മദ്യമൊക്കെ ഇങ്ങനെ വിൽക്കുന്നത്. അതൊക്കെ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് കുറേ. അപ്പോൾ ചിലത് മാത്രമേ ഓപ്പൺ ആയിരുന്നുള്ളൂ, ബാക്കിയൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കേ ഓപ്പൺ ആവുള്ളൂ. സെയിലൊക്കെ ഇവിടെ നടക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ്. പിന്നെ എന്താ പറയുക, രണ്ട് ഭാഗത്തുമായിട്ട് നല്ല നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന കുറേ ഷോപ്പുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ഫാൻസി സാധനങ്ങൾ, അതുപോലെ ഈജിപ്തിൻ്റെ തന്നെ പിരമിഡിൻ്റെ സ്ട്രക്ചേഴ്സ്, അതുപോലെ മാഗ്നറ്റുകൾ, പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബാഗുകൾ, പൗച്ചുകൾ, ചെരുപ്പ്, ഷൂസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അവിടെ. നമുക്ക് എന്തെന്നാ വാങ്ങിക്കേണ്ടതെന്ന് മനസ്സിലാവില്ല, അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതുപോലെ പിരമിഡിൻ്റെ ഒരു രൂപവും പിന്നെ കപ്പുകൾ, മാഗ്നറ്റുകൾ, പൗച്ച്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈജിപ്ഷ്യൻ പൗണ്ടാണ്. അപ്പോൾ പൗണ്ടും നമ്മൾ റിയാലും തമ്മിൽ ആദ്യം നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഉണ്ടാക്കുന്നൊരു കടയിൽ നമ്മളെ വിളിച്ച്, അപ്പോൾ നമ്മൾ പോയതിന് ശേഷം അവർ നമുക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ല് എന്താ പറയുക നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഓരോരു സ്മെല്ല് നമുക്ക് കയ്യിലാക്കി തരും. അപ്പോൾ അത് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള നമുക്കൊരു സ്പ്രേ എടുക്കാം. അപ്പോൾ അതിന് എന്താ പറയുക 200 ml തന്നെ നമുക്കൊരു 2000 പൗണ്ട് അങ്ങനെ എങ്ങാണ്ടാണ്, 2000 ഈജിപ്ഷ്യൻ പൗണ്ട് അങ്ങാണ്ടാണ് ആയത്. അപ്പോൾ അങ്ങനെ പൗണ്ടും റിയാലും തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയി. പൂവിൻ ഇതഴെല്ലാം മൗനരാഗം മൗനരാഗം, ഒവ്വൊരു ഇലയിലും തെന്തുളി ആടുതേ, പൂവെല്ലാം പൂവെല്ലാം പനിമഴை தேடுதே, நம் காதல் கதையை கொஞ்சம் சொல் 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 என்றதே, ரோஜா பூந்தோட்டம் காதல் வாசம் காதல் வாசம், பூவின் இதழெல்லாம் மௌனராகம் மௌனராகம். അപ്പം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പുറത്തിറങ്ങിയത് നമ്മൾ കയറിയ വഴിയല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ഭാഗത്തും ഷോപ്പുകളൊക്കെ ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഏകദേശം ഈ ഒരു സമയം വൈകുന്നേരമായി. അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ളതിനേക്കാളും തണുപ്പും കൂടി. പിന്നെ ആൾക്കാരൊക്കെ ഈ ഒരു സ്പേസിൽ വരാൻ തുടങ്ങി. ഈ ബീച്ചിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർ ഈ ഒരു സ്ഥലത്താണ് കൂടുതലായിട്ടും ഇപ്പം വരുന്നത്. കാരണം ഇതിന് ചുറ്റും കുറേ ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഈ ഹോട്ടലുകളിലൊക്കെ ബുക്ക് ചെയ്ത് പാക്കേജായി വരുന്നവരാണെങ്കിൽ അവരുടെയൊക്കെ കയ്യിലൊരു ബാഡ്ജും കൂടി ഉണ്ടാകും, പലതരം കളറിലായിട്ടുള്ള ഒരു ബാഡ്ജ്. പിന്നെ ന്യൂ ഇയർ ആയതുകൊണ്ട് മൊത്തം ഡെക്കറേഷൻ ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി ഡെക്കറേഷൻ ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ ഇതാ ഈ രണ്ട് സൈഡിലായിട്ടുള്ള ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് മറ്റേ ശീശ വലിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ ശീശയൊക്കെ വലിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ നിന്ന് ഒരു 6:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ബസ്സിൽ കയറി. പിന്നെ ആ സമയത്തും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ബസ് കയറിയതിന് ശേഷം നമ്മൾ വരുന്ന വഴിയിലെല്ലാം എന്താ പറയുക റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ ഡെക്കറേഷൻ ചെയ്ത് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ 2025 എന്നൊക്കെ എഴുതിയിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് ബിൽഡിങ്ങും അതുപോലെ ഹോട്ടലുകളും മാളുകളും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഷർം എൽ ഷെയ്ഖിൽ നിന്ന് നേരെ ഷിപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്നതുപോലെ തന്നെയാണ് തിരിച്ചും. അങ്ങനെ ബസ്സിൽ നിന്ന് നേരെ ബോട്ടിലേക്ക് പോകും. എന്നിട്ട് ബോട്ടിൽ നിന്നാണ് നേരെ ഷിപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം ബോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ബോട്ടിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഷിപ്പിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ക്യാബിനിലേക്ക് പോയി. പിന്നെ ഒന്ന് ലഗേജൊക്കെ വെച്ചതിന് ശേഷം നേരെ വന്ന് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ന്യൂ ഇയർ ഇവൻറ്റിൻ്റെ ടൈം ആയപ്പോൾ നമ്മൾ നേരെ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബ്രിഡ്ജ് വ്യൂയിങ് ഏരിയയിലേക്കാണ്. അവിടെയാണ് പിന്നെ ക്യാപ്റ്റനും ഓഫീസേഴ്സൊക്കെ ഉള്ളത്. പിന്നെ 2-ാം തീയതി ഉച്ചയല്ല, രാവിലെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ജിദ്ദയിലെത്തി. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു ലഗേജും കാര്യങ്ങളൊക്കെ ക്യാബിന് പുറത്ത് വെക്കണമെന്ന്. അപ്പോൾ അവരവിടെ നിന്ന് എടുത്തിട്ട് ഷിപ്പിൽ കയറ്റിയതിന് ശേഷം പോർട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്നാണോ ചെക്ക് ഇൻ ചെയ്ത് ആ ഒരു ഏരിയയിൽ എത്തിക്കും. നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ദിവസം ശരിക്കും പറഞ്ഞാൽ 5 ദിവസം ഞങ്ങൾ വേറൊരു ലോകത്ത് തന്നെയായിരുന്നു. 10 മണിയാകുമ്പോഴത്തേക്ക് പോർട്ടിലെത്തിയെങ്കിലും ഞങ്ങൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 12:30 ആ ഒരു സമയമായി. പിന്നെ ഞങ്ങൾ ലഗേജ് കൊടുക്കുന്ന സമയത്ത് അവർ നമുക്ക് ലഗേജിൻ്റെ മേലെ ഒരു ഒട്ടിക്കാൻ വേണ്ടി ഒരു ടാഗ് തരും. അപ്പോൾ ആ ടാഗിൻ്റെ മേലെ ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇത്ര നമ്പർ മുതൽ ഇത്ര സമയത്തിന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പുറത്തോട്ടേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ അത്രയും ആൾക്കാരുള്ളതല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവരൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലഗേജ് നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യുകയാണെങ്കിലും അവിടെ നമ്മുടെ ഈ ലഗേജിൻ്റെ മേലിലുള്ള ആ ഒരു നമ്പർ ഉണ്ടല്ലോ, ടാഗിൻ്റെ മേലിലുള്ള ആ ടാഗിൻ്റെ മേലിലെ നമ്പറിനനുസരിച്ചിട്ടുള്ള റോലായിരിക്കും ലഗേജ് വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പോയിട്ട് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഏകദേശം ലഞ്ച് ടൈമൊക്കെ ആയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജിദ്ദയിൽ തന്നെയല്ല ദേപുട്ടിലേക്ക് പോയി. അവിടുന്ന് ഒരു അടിപൊളി സദ്യയും അതുപോലെ മീൻ പൊള്ളിച്ചതൊക്കെ കഴിച്ച് പിന്നെ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.